വൻ അട്ടിമറികളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആരംഭിക്കുന്നത് BR അംബേദ്കറിൽ നിന്നാണ്. അംബേദ്കർ ഭരണഘടനാ ശില്പി, നിയമജ്ഞൻ, പാണ്ഡിത്യത്തിൽ നെഹ്റുവിനേക്കാൾ വലിയ പ്രതിഭാശാലി, നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിലെ നിയമമന്ത്രി. അംബേദ്കർ ഒരു പാർട്ടി രൂപീകരിച്ചു, ദളിത് സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. ആയിരത്തി 1952 ഒന്നാം തെരഞ്ഞെടുപ്പ് കാലം. അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു. മണ്ഡലം മഹാരാഷ്ട്രയിലെ ബോംബെ സിറ്റി നോർത്ത് മണ്ഡലം. അത് ദ്വയാംഗ മണ്ഡലമാണ്. പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്ത സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. പലരും മുന്നറിയിപ്പ് നൽകി. ബോംബെ സിറ്റി നോർത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. മണ്ഡലത്തിലെ തൊഴിലാളികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നല്ല സ്വാധീനമുണ്ട്. മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും ഗ്രാമീണ മണ്ഡലത്തിലേക്ക് മാറണമെന്ന് പലരും അംബേദ്കർ ഉപദേശിച്ചു. പക്ഷേ അംബേദ്കർ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. മണ്ഡലത്തിലെ ദരിദ്ര ഭൂരിപക്ഷത്തിന്റെ വോട്ടുകളെല്ലാം ഒന്നാകെ തനിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. നെഹ്റുവിന് വാശിയായി. കോൺഗ്രസിന്റെ കടുത്ത വിമർശകനായിരുന്നു അംബേദ്കർ. എന്ത് വില കൊടുത്തും അംബേദ്കറെ തോൽപ്പിച്ചേ തീരൂ. ആരെ എതിർ സ്ഥാനാർത്ഥിയായി നിർത്തും? അംബേദ്കറോട് മുട്ടാൻ ശേഷിയുള്ള ദളിതനായ ഒരു നിയമജ്ഞനെ തേടി മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം അലഞ്ഞു തിരിഞ്ഞു. നെഹ്റു അവരെ തിരുത്തി. അംബേദ്കറെ നേരിടേണ്ടത് ഒരു നിയമജ്ഞനല്ല, ദരിദ്രനും സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരാളുമായിരിക്കണം ആ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരാളെ ഒടുവിൽ നെഹ്റു തന്നെ കണ്ടെത്തി. ബോംബെ നഗരത്തിലെ പാൽ വിൽപ്പനക്കാരനായ ഖജ്രോൾക്കർ. അംബേദ്കറെ തോൽപ്പിക്കുക എന്നത് നെഹ്റുവിന്റെ അഭിമാന പ്രശ്നമായി മാറി. അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഖജ്രോൾക്കറിന്റെ പ്രചാരണം നെഹ്റു ഏറ്റെടുത്തു. സ്വന്തം മണ്ഡലമായ അലഹബാദിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ നെഹ്റു ബോംബെ സിറ്റി നോർത്തിൽ ചെലവഴിച്ചു. വോട്ടെണ്ണി തീർന്നു. നടന്നത് ആ തെരഞ്ഞെടുപ്പിലെ, ഒരുപക്ഷെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി. പാൽ വിൽപ്പനക്കാരനായ ഖജ്രോൾക്കർ അംബേദ്കറെ 14,561 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ധാരണയിലെത്തിയിരുന്നെങ്കിൽ അംബേദ്കർക്ക് ജയിക്കാമായിരുന്നു. അംബേദ്കർ നല്ല നിയമജ്ഞനായിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നില്ല. പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അംബേദ്കർ മത്സരിച്ചു, പക്ഷേ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1957 രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ അംബേദ്കർ വളരെ നേരത്തെ തന്നെ തയ്യാറെടുത്തു. പക്ഷേ കാലം കാത്തു നിന്നില്ല. 1956 ഡിസംബർ 6 അംബേദ്കർ അന്തരിച്ചു.